പടക്കങ്ങളും മതവിശ്വാസവും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. മെഹുന ആരംഭിക്കലാമ. അവരവരുടെ നല്ല പ്രായത്തിൽ അമ്പലപ്പറമ്പുകൾ മാറി മാറി പടക്കം പൊട്ടിച്ച് ആഘോഷിച്ച് നടക്കും. സാധാരണ മനുഷ്യരെ പോലുള്ള വിശ്വാസമേ കാണും, അതിപ്പോ പള്ളിയായാലും അമ്പലമായാലും. എന്നിട്ട് ഒരു പ്രത്യേക പ്രായമാകുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ അവർ അമിതമായ ഭക്തി കാണിക്കുന്ന ഒരു തീവ്ര മതവിശ്വാസിയായിട്ട് മാറും. പള്ളിയിൽ കൈകൊട്ടി കളിക്കുന്ന, കരഞ്ഞ മുട്ടയിൽ എഴിഞ്ഞു നടക്കുന്ന ഒരു സൈക്കോ വിശ്വാസി. നല്ല മനുഷ്യർക്ക് വിശ്വാസം പണ്ടും ഇപ്പോഴും എപ്പോഴും അല്ല ഏകദേശം ഒരേ ലെവലിലായിരിക്കും. അല്ലാണ്ട് എന്തോ മറച്ചു വെക്കാനുള്ള ഒരു മുഖമൂടിയായിട്ട് മതത്തിനെ പെട്ടെന്ന് കയറി പിടിക്കുന്നവർ എന്റെ അനുഭവത്തിൽ നല്ല ഉഗ്ര സ്ഫോടന ശേഷിയുള്ള പടക്കങ്ങളായിരിക്കും. പിന്നെ ഇവരുടെ തള്ളയും നാട്ടിൽ നല്ലവളായി ഉണ്ണി എന്ന ഇമേജ് ഉള്ള കൂടോത്രത്തിലും കുട്ടിച്ചാത്തനിലും ഒക്കെ വിശ്വാസമുള്ള ഒരു അന്ധവിശ്വാസിയായിരിക്കും. സാധാരണ ഏജ് ഓവർ ആയി കഴിയുമ്പോഴത്തേക്കും പടക്ക ഫാക്ടറിയിൽ നിന്ന് റിട്ടയർമെന്റ് എടുത്ത് അവിടെ പാസ്റ്റ് എന്ന് പറയാത്തൊരു ഫ്രഷ് പൊട്ടനെ കെട്ടി പുതിയൊരു നാട്ടിൽ ചെന്ന് അവിടെ ഒരു നല്ല ഇമേജ് ഉണ്ടാക്കി എടുക്കാനാവും അവർ ഈ ഡ്രാമ കളിക്കുന്നത്. പക്ഷെ പടക്കം എന്നും പടക്കമാണ്. അവർക്ക് പറ്റിയ തീപ്പൊരി കിട്ടി കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും പൊട്ടും. പണ്ട് ഇക്കൂട്ടർ ഫേസ്ബുക്കിൽ മാതാവിന്റെ പ്രൊഫൈൽ പിക്ചർ ആയിരുന്നു വെച്ചിരുന്നത്. പക്ഷെ ഇപ്പൊ കാലം മാറി ഇൻസ്റ്റാഗ്രാം ബയോയിൽ ബൈബിൾ വാക്യങ്ങൾ വെച്ചു തുടങ്ങി. പിന്നെ ഞാൻ ഇത്ര നേരം സംസാരിച്ചത് എന്റെ മൈക്രോ വെബ് സീരീസിലെ വെടിവെച്ചാങ്കോവിൽ പതിവ്രത, നാഗർകോവിൽ നാഗകന്യക എന്നീ 2 കഥാപാത്രങ്ങളെ പറ്റിയാണ്. അല്ലാതെ ജീവിച്ചിരിക്കുന്നവരും മരിച്ചവരുമായി ഞാൻ ഈ പറഞ്ഞതിന് യാതൊരു ബന്ധവുമില്ല.